ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. കത്തോലിക്ക സഭയിലെ ഇന്ന് സഖറിയായുടെയും എലിസബത്തിൻ്റെയും തിരുനാൾ സാഘോഷം ആചരിക്കുകയാണ്. ഏവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും ആദ്യം നേരുകയാണ്. ഈ വൃദ്ധരായ പാവം ദമ്പതികൾക്ക് സുവിശേഷം നൽകുന്ന ഏറ്റവും നല്ലൊരു സവിശേഷതയുണ്ട്. 6-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. സുവിശേഷം നൽകിയ ഏറ്റവും നല്ലൊരു വാഴ്ത്തലാണ് ഈ ദമ്പതികൾക്കുള്ളത്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു. കർത്താവ് നൽകിയ കൽപ്പനകൾ അവർ പാലിച്ചു വന്നിരുന്നു എന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണോ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നത്, അവരെ പരിപാലിച്ചു കൊള്ളും ദൈവമായ കർത്താവ്. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 11-ാം അധ്യായം 38-ാം തിരുവചനം: എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ ആരൊക്കെയാണോ പാലിക്കുന്നത്, മരണം വരെ കർത്താവിൻ്റെ കൽപ്പനകളോട് വിശ്വസ്തത പുലർത്തുന്നവരെ കർത്താവ് പരിപാലിച്ചു കൊള്ളുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിനൊരു സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. ചിലപ്പോൾ സമയമെടുക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട്. ഈ വൃദ്ധരായ ദമ്പതികളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരുപാട് വർഷം കഴിഞ്ഞു. ഒരു കുഞ്ഞിനെ കിട്ടണമെന്നവർ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നൊരു സന്തോഷ വാർത്ത അവർക്ക് ലഭിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഈ ദമ്പതികളുടെ, വൃദ്ധരായി പാവപ്പെട്ട ദമ്പതികളുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, സഖറിയായുടെയും എലിസബത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ വിശുദ്ധാത്മാക്കൾ വരച്ച് കാട്ടുന്ന ഏറ്റവും സുന്ദരമായൊരു ആത്മീയ ചിന്ത എന്ന് പറയുന്നത് വിശ്വാസത്തോടുകൂടി ദൈവത്തിന് മുമ്പിലായിരിക്കുക, നീതിനിഷ്ഠതയോടുകൂടി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക. തമ്പുരാൻ്റെ ഇടപെടലിനു വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.